നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. പുതിയ UCL ഫോർമാറ്റില് ഗോൾ അടിച്ചു കൂട്ടുക, ഗോൾ ഡിഫറൻസ് നല്ല രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചെറിയ ടീമുകൾ കിട്ടുമ്പോഴൊക്കെ വമ്പൻ ടീമുകൾ അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ സെൽറ്റിക്കിനെതിരെയൊക്കെ 7 ഗോളുകൾ അടിച്ചു കൂട്ടുക, 7-1 വിജയം സ്വന്തമാക്കുക, അതാണിപ്പോ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ചെയ്തിരിക്കുന്നത്. അത് ഏതാണ്ട് അവിശ്വസനീയമായ കാര്യമാണ്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ തന്നെ കരീം അഡയമി ഹാട്രിക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. വാട്ട് എ ടാലന്റ് എന്ന് തന്നെ പറയണം. 7-1 വിജയം സെൽറ്റിക്കിന് മേൽ ഡോർട്ട്മുണ്ട് സ്വന്തമാക്കുമ്പോൾ അവർക്ക് വേണ്ടി കരീം അഡയമി ഹാട്രിക്ക് നേടിയത് കൂടാതെ ഗിഡാസിയുടെ ബ്രേസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാനും എൻമാച്ചയും ഓരോ ഗോളുകളും കണ്ടെത്തുകയുണ്ടായി. സെൽറ്റിക്കിന് വേണ്ടി മീതയാണ് ഗോൾ നേടിയത്. മത്സരത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഗിഡാസി, അഡയേമി, ബ്രാൻഡ് തുടങ്ങിയവരൊക്കെ ഒരുമിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ തന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഗോളടി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ക്യാനിലൂടെ അവർ പന്ത് വലയിലേക്ക് എത്തിച്ചു. പെനാൽറ്റിയിലൂടെയാണ് ആ ഗോൾ വന്നത്. പക്ഷെ തൊട്ട് പിന്നാലെ മെയ്ഡയിലൂടെ ഗോൾ മടക്കിക്കൊണ്ട് സെൽറ്റിക് ഒപ്പം പിടിക്കാനുള്ളൊരു ശ്രമം നടത്തിയെങ്കിലും അഡയമി 11ാമത്തെ മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ കണ്ടെത്തി. 29ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ബ്രേസും കണ്ടെത്തി. പിന്നെ 40ാമത്തെ മിനിറ്റിൽ ഗിഡാസിയുടെ പെനാൽറ്റി ഗോൾ വരുന്നു. 42ാമത്തെ മിനിറ്റിൽ അഡയമിയുടെ ഹാട്രിക്കും വന്നതോടെ 5-1 വമ്പൻ ലീഡിലേക്ക് ഇടവേള സമയത്ത് പോയി കഴിഞ്ഞിരുന്നു ബൊറൂസിയ ഡോർട്ട്മുണ്ട്. പിന്നെ കളി തിരികെ പിടിക്കാൻ സെൽറ്റിക്കിനെ കൊണ്ടാവുമായിരുന്നില്ല. 66ാമത്തെ മിനിറ്റിൽ ഗിഡാസി തന്റെ ബ്രേസ് പൂർത്തിയാക്കുകയും 79ാമത്തെ മിനിറ്റിൽ എൻമാച്ച് ഗോളടിക്കുക കൂടി ചെയ്തതോടെ 7-1 തകർപ്പൻ വിജയം തന്നെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് സ്വന്തമാക്കി. നിലവിൽ പുതുക്കിയ ഫോർമാറ്റിലുള്ള യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്താണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഉള്ളത്. കളിച്ച 2 കളികളിൽ നിന്ന് അവർ 6 പോയിന്റ് നേടിയിരിക്കുന്നു. 10 ഗോളുകൾ അടിച്ചു, 1 ഗോൾ തിരികെ വാങ്ങി. 9 ഗോൾ ഡിഫറൻസുമായിട്ട് അവർ അങ്ങനെ നിൽക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഗോൾ അടിച്ചു കൂട്ടുക എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനമാണ്. പോയിന്റ് പട്ടികയിൽ ആദ്യ 8 സ്ഥാനക്കാരാണ് നേരിട്ട് റൗണ്ട് ഓഫ് 16 കടക്കുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.